വാർക്കപ്പണിക്ക് പോകുന്നതോ സ്വിഗ്ഗി തുടങ്ങിയ ഭക്ഷണ സാധന ഡെലിവറി കമ്പനികളിൽ ജോബ് ചെയ്യുന്നതോ ബാർ ഡാൻസർ ആകുന്നതോ ഒന്നും ചെറുപ്പക്കാലത്തെ കുട്ടിക്കാലത്തെ ആരുടെയും സ്വപ്നമോ ലക്ഷ്യമോ ആയിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് അതിന് പിന്നിലുള്ളത്. ഒന്നാമത്തത് സാഹചര്യ സമ്മർദ്ദങ്ങൾ. ഏറ്റവും പ്രധാനമായും കണ്ടുവരുന്നത് സാഹചര്യ സമ്മർദ്ദങ്ങളാണ്. രണ്ടാമത്തേത് വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതെ പോകുന്നത്. ഈ രണ്ട് ഘടകങ്ങളും മനസ്സറിഞ്ഞ് ബോധപൂർവം ഗൗനിച്ച് അവയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ആർജവത്തോടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നതും ഇനി വലിയ ലക്ഷ്യങ്ങളല്ല എങ്കിൽ പോലും അഭിമാനകരമായ ജീവിതം നടപ്പാക്കാൻ കഴിയുന്നതും. സാഹചര്യ സമ്മർദ്ദങ്ങൾ, ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായ വലിയ സാഹചര്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ സർവൈവലിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ വ്യാപൃതമാകേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോഴും അത് ചെയ്യുക തന്നെ. പക്ഷേ അതിൽ തന്നെ ആ ഒരു കംഫർട്ട് സോണിൽ നിലനിന്ന് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ വലിയ ലക്ഷ്യങ്ങൾ തന്നെ ഉണ്ടാകണം. കുറച്ചുകൂടെ മെച്ചപ്പെട്ടത് എന്നുള്ളതല്ല. കാരണം മലയോളം ആഗ്രഹിച്ചെങ്കിലേ കുന്നോളം ലഭിക്കൂ എന്ന പ്രമാണം ഓർത്തുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ മല ആഗ്രഹിച്ചാൽ മല തന്നെ വരണം. പക്ഷേ എല്ലാവർക്കും അത് കഴിഞ്ഞോളണമെന്നില്ലല്ലോ. പ്രായോഗികമായി എല്ലാവർക്കും അത് സാധിച്ചു കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ പ്രമാണം മലയോളം ആഗ്രഹിച്ചെങ്കിലേ കുന്നോളമെങ്കിലും ലഭിക്കൂ എന്ന പ്രമാണം ഓർത്തുകൊണ്ട്, സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിന്റെ ആധിക്യം കൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വ്യാപൃതമാകേണ്ടി വരുമ്പോഴും, സർവൈവലിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെയ്യാൻ നിർബന്ധിതമായി തീരുമ്പോഴും ആ വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കനലായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും കൂടെ മറക്കാതെ ചെയ്യേണ്ടതുണ്ട്. ഇടയ്ക്കെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കി തന്നെ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് ഇടവേള എടുത്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് വലിയ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കുമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആ ഇടവേള എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇപ്പോഴുള്ള സർവൈവലിൽ നിന്ന്, ആ അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയേക്കാം. കുടുംബത്തിന് പ്രയോജനം ചെയ്യാത്തവൻ, വീടിനും നാടിനും ഗുണമില്ലാത്തവൻ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് തുടങ്ങിയ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. ഈ അവസരങ്ങൾ കൂടെ, ആ കാലഘട്ടം കൂടെ മറികടക്കാൻ കഴിയുമ്പോഴാണ് വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടാൻ കഴിയുന്നത്, അതിനായുള്ള പ്രയാണം ആരംഭിക്കാൻ കഴിയുന്നത്. ചിലപ്പോഴൊക്കെ ആ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിനായി, ആ സർവൈവലിന് വേണ്ടി, അതിജീവനത്തിനായി നാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന്, ആ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഇടവേള എടുത്തുകൊണ്ട് മാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അവയെല്ലാം മറികടന്ന് ആ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നതും അഭിമാനകരമായ ജീവിതം നടപ്പാക്കാൻ കഴിയുന്നതും. ആ സന്ദർഭത്തിൽ ഇതിനു മുൻപ് നേരിട്ട ആ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് ഇടവേളകൾ എടുത്തപ്പോഴുണ്ടായ നഷ്ടങ്ങൾ ഒരു നഷ്ടമേ അല്ല എന്നും അതിൻ്റെ കൂടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെന്നും തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. അതിനാൽ തന്നെ ആ രണ്ട് ഘടകങ്ങളും കാര്യമായി തന്നെ ഒന്ന് മൈൻഡ് ചെയ്തുകൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തത് സാഹചര്യ സമ്മർദ്ദങ്ങൾ, രണ്ടാമത്തത് വലിയ ലക്ഷ്യങ്ങൾ ഇല്ലാതെ പോകുന്നത്. മനസ്സ് വെച്ചാൽ ഈ രണ്ട് ഘടകങ്ങളും മറികടക്കാൻ കഴിയും. മനസ്സ് വെച്ച് അവ മറികടന്ന് ആ വലിയ ലക്ഷ്യങ്ങൾ ഉന്നമിട്ടുകൊണ്ട്, ആ വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മനഃപൂർവ്വം തന്നെ ഉന്നമിട്ടുകൊണ്ട് അതിനായുള്ള പ്രയത്നങ്ങളിലും ഏർപ്പെടാൻ ശ്രമിക്കുക തന്നെ ചെയ്യുക. അടിച്ചിടത്തടിച്ചാൽ ഏതു പാറയും പൊട്ടും. ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ ഏത് ലക്ഷ്യവും നേടാൻ കഴിയും.